السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ സൂറത്തുൽ ഖലം 10 ആയത്ത് വരെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ആയത്തുകൾ പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. പാഠം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമ്മാസിം മശ്ശാഇം ബിനമീം. ഹമ്മാസിം മശ്ശാഇം ബിനമീം. മന്നാഇൻ ലിൽഖൈരി മുഅ്തദിൻ അസീം. ഉതുല്ലിൻ ബഅദ ذلك زنيم. أن كان ذا مال وبنين. إذا تتلى عليه آياتنا قال أساطير الأولين. ഹമ്മാസിം, ഇങ്ങനെ വേണം ഓതാൻ. മീമിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. ഹമ്മാസിം, സായിൽ നിന്നും നേരെ മീമിലോട്ട് പോകണം. സായുടെ തൻവീൻ ഉച്ചരിക്കരുത്. ഈ കാണുന്ന ഇരട്ട കസ്ര ഉച്ചരിക്കരുത്. പകരം സായിൽ നിന്നും നേരെ മീമിലോട്ട്. ആ മീമിനെയും കട്ടിയാക്കിയും മണിക്കുകയും വേണം. ശേഷം ഷീനാണ്, ഷദ്ദുള്ള ഷീനാണ് വരുന്നത്. അതിനെ കട്ടിയാക്കി മശ്ശാ, 4 5 അലിഫ് അവിടെ നീട്ടണം. മദ് മുത്തസിൽ. മശ്ശാഇൻ, ഇരട്ട കസറ ആണ് താഴെയുള്ളത്, പക്ഷെ അത് ഉച്ചരിക്കില്ല. പകരം ആ ഹംസയെ ബായുമായിട്ട് ചേർത്ത് വേണം പോകാൻ. മീമിൻ്റെ ഉച്ചാരണമാണ് അവിടെ വരുന്നത്. മശ്ശാഇം ബിനമീം. മശ്ശാഇം, അവിടെ തൻവീന് ശേഷം ബായാണ് വന്നത്. അതുകൊണ്ട് അവിടെ ഇഖ്ലാബിൻ്റെ നിയമമാണ്. ഇഖ്ലാബ്, അവിടെ ആ തൻവീൻ ഇരട്ട കസറ, ഈ കാണുന്ന തൻവീൻ മീമായിട്ട് മറിച്ച് മണിക്കും. അങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. ഹമ്മാസിം മശ്ശാഇം
بنميم هماز مشاء بنميم. ഞാൻ ആവർത്തിച്ചോതുമ്പോൾ കേൾക്കുകയും കേൾക്കുന്നതിനൊപ്പം തന്നെ എന്നോടൊപ്പം അത് പാരായണം ചെയ്യുകയും ചെയ്യുക. അത് കാരണത്താൽ ഉച്ചാരണവും ഈണവും ശരിയാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹമ്മാസിം മശ്ശാഇം ബിനമീം. ആവർത്തിച്ച് എന്നോടൊപ്പം ഓതുന്നത് കൊണ്ടുള്ള പ്രയോജനം, ഹിഫ്ള് മനപ്പാഠം പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ആരായിരുന്നാലും ശരി, അവർക്കത് മനപ്പാഠമാക്കാനും എളുപ്പമായിരിക്കും ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹമ്മാസിം മശ്ശാഇം ബിനമീം മന്നാഇൽ ലിൽ ഖൈരി. അവിടെ നൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. അവിടെ മീമിന് ശബ്ദമുണ്ട്. അത് ആ ശബ്ദ കൊടുക്കാനുള്ള ആ ശബ്ദത്തിന്റെ ഉച്ചാരണം എപ്പോഴാണ് വരുന്നത്? തൊട്ട് മുന്നുള്ള ആയത്ത് ഹമ്മാസിം മശ്ശാഇം ബിനമീം. ഈ മീമിനെ ഈ മീമുമായിട്ട് ചേർത്ത് ആ ആയത്തുമായിട്ട് ചേർത്ത് ഓതി പോകുമ്പോൾ ഈ കാണുന്ന മീമിനെ അവിടെ കട്ടിയാക്കി മണിക്കുകയും വേണം. ഉദാഹരണം, ഹമ്മാസിം മശ്ശാഇം ബിനമീമിം മന്നാഇൽ ലിൽ ഖൈരി. ഇപ്രകാരം അങ്ങനെ ഓതണമെങ്കിൽ അങ്ങനെ ഓതാം. അതല്ല എങ്കിൽ ബിനമീം എന്നതിൽ നിർത്തി മന്നാ എന്നത് വേറെ ആയിട്ട് ഓതുകയും ചെയ്യാം. മന്നാഇൽ ലിൽ ഖൈരി. ഇത് ഐനാണ്, തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. തൻവീനുണ്ട്, ഇരട്ട കസറയുണ്ട്, അത് ഉച്ചരിക്കില്ല. ഐനിൽ നിന്നും നേരെ ഈ കാണുന്ന ലാമിലോട്ട് പ്രവേശിക്കും. ഈ ലാമിനെ കട്ടിയാക്കണം, മണിക്കാൻ പാടില്ല. ശേഷം സുക്കൂനുള്ള ലാം വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, 2 ലാമാണ് അവിടെ ഉള്ളത്. ഖൈരി, ഈ കാണുന്ന യാ പെട്ടെന്ന് ഓതിപ്പോകണം, കട്ടിയാക്കാൻ പാടില്ല. ഹൈ എന്ന് കട്ടിയാക്കാനോ ഹൈ എന്ന് നീട്ടാനോ പാടില്ല, പെട്ടെന്ന് ഓതി പോകണം. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ. ഇത് ഐനാണ്, തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. മുഅ്തദിൻ ഇദ്ഹാറിന്റെ നിയമമാണ്. ഇരട്ട കസ്റയാണ് താഴെയുള്ളത്. മുഅ്തദിൻ. ഇവിടെ ഈ കാണുന്ന തൻവീനിനെ വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കും. മുഅ്തദിൻ. അസീം. അസീം സായാണ്, സാ. അത് സായാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. സീൻ ഉച്ചാരണം വരരുത്, അസീം എന്ന് വരരുത്, അസീം സായാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ മന്നാ
للخير معتد أثيم عتل بعد عتل بعد عين عتل تاء عتل عتلി عتല്ലിൻ ഷദ്ദാണ് കട്ടിയാക്കണം മണിക്കരുത് ഉതുല്ലിം ഇവിടെ തൻവീനു ശേഷം ബായാണ് വന്നിരിക്കുന്നത് ഇഖ്ലാബിന്റെ നിയമമാണ് അതുകൊണ്ടാണ് അവിടെ മീമിന്റെ ഉച്ചാരണം ഇഖ്ലാബ് ആ തൻവീൻ മീമായിട്ട് മറിച്ചു മണിക്കും ഉതുല്ലിം ബഅദ ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നും ذلك زنيم عتل بعد ذلك زنيم عتل بعد ذلك زنيم عتل بعد ذلك زنيم كان إخفاء സുക്കൂനുള്ള നൂനിന് ശേഷം ഇഖ്ഫാഇന്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമായ കാഫ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ നൂനിനെ മൂക്കിൽ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഇപ്രകാരം വേണം ഉച്ചരിക്കാൻ. വാവിനെ കട്ടിയാക്കി മണിക്കുകയും വേണം. كان ذا مال وبنين إذا تتلى രണ്ടാമത്തെ താസുകൂൻ തുത്ല എന്ന് ഉച്ചരിക്കരുത്. അത് ഖൽഖലയുടെ തായല്ല. തുത്ല എന്ന് ഉച്ചരിക്കരുത്. عليه 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 അവിടെ യായ കട്ടിയാക്കരുത്, നീട്ടരുത്. വളരെ മയമായി പെട്ടെന്ന് ഓതിപ്പോകണം. ഇദാ തുത്ല അലൈഹി ആയാതുനാ قال أساطير الأساطير أساسين صاد ഉച്ചരിക്കരുത്. അസാത്തീറുൽ താണ് മുഴപ്പിച്ചുച്ചരിക്കണം. താ ഉച്ചരിക്കരുത്. അസാത്തീറുൽ എന്ന് ഉച്ചരിക്കരുത്. അങ്ങനെ ഉച്ചാരണം വന്നു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. أساطير همزة فتحة أساطير الأولين أساطير الأولين إذا تتلى عليه آياتنا قال
أساطير الأولين إذا تتلى عليه آياتنا قال أساطير الأولين. ഇനി ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക. 5 ആയത്തുകളാണ് ഇന്നത്തെ പാഠം, 11 മുതൽ 15 വരെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ കലാം, അവൻ്റെ ഖുർആൻ നല്ല രീതിയിൽ തജ്വീദോടുകൂടി ഈണത്തിൽ നോക്കി ഓതാനും അതുപോലെ അതിനെ മനഃപ്പാഠമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.